നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാകട്ടെ, നമ്മുടെ സമൂഹത്തിലാകട്ടെ, സാധാരണയായിട്ട് ആരാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത്? ആരാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത്? ശക്തരായിട്ടുള്ള ആൾക്കാരാണോ? ആണോ? പിന്നെ ആരാണ്? ദുർബലരായിട്ടുള്ള മനുഷ്യരാണ്, അല്ലേ? ദുർബലരായിട്ടുള്ള ആളുകളാണ് ഏത് സ്ഥലത്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരിക. നമ്മളൊരു ഓഫീസ് എടുക്കുക. ആ ഓഫീസിലെ ബോസ് വളരെ ടഫായിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. ഒരു പുതിയ ആൾ അവിടെ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും ആളോട് പറയുന്നത് എന്താണ്? ബോസ് വളരെ ടഫാണ്, അതുകൊണ്ട് നീ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുക, എന്നാലാണ് അവിടെ ജോലിയിൽ തുടരാനായിട്ട് പറ്റുള്ളൂ. വീട്ടിൽ മുൻകോപിയായിട്ടുള്ള ഒരാളുണ്ടെന്ന് കരുതുക. എല്ലാവരും മറ്റുള്ളവരോട് പറയുന്നത് എന്താണ്? അവനെ പ്രകോപിപ്പിക്കാതെ നോക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുക. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളുണ്ട് എന്ന് കരുതുക. മറ്റുള്ളവരൊക്കെ എന്താണ് പറയുന്നത്? അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോവുക. ഇതാണ് പൊതുവെ നമ്മൾ പാലിക്കുന്ന ഒരു രീതി. ദുർബലരായിട്ടുള്ളവർ ശക്തനായവൻ്റെ മുമ്പിലെല്ലാം സഹിക്കുക എന്നുള്ളതാണ്. ഇതാണ് സമൂഹത്തിൻ്റെ ഒരു നയം, സമൂഹത്തിൻ്റെ ഒരു ക്രമം പലപ്പോഴും ഇങ്ങനെയാണ്. പക്ഷേ ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്രമം എന്നുള്ളത് ദുർബലരായിട്ടുള്ളവർ ശക്തരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുക, സഹിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ദുർബലനായിട്ടുള്ള അല്ലെങ്കിൽ ദുർബലയായിട്ടുള്ള ഒരു മനുഷ്യനെ സുരക്ഷിതയാക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതനാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന് ഫീൽ അറ്റ് ഹോം എന്ന് നമ്മൾ പറയും, അവനായിരിക്കുന്നിടത്ത് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശക്തനായിട്ടുള്ളവൻ സഹിക്കുക എന്നുള്ളതാണ് ഈശോ മുന്നോട്ട് വയ്ക്കുന്ന ക്രമം. ഈശോയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ഈശോ ശക്തനായവനാണ്, ദൈവപുത്രനാണ്, സർവ്വമഹത്വങ്ങളും ഉള്ളവനാണ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാം മാറ്റാൻ പറ്റുന്നവനാണ്, എല്ലാവരെയും അടിച്ചൊതുക്കാൻ പറ്റുന്നവനാണ്. പക്ഷേ ഈശോ ഈ മനുഷ്യാവതാരം വഴി ദൈവപുത്രൻ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് തന്നെ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. ദുർബലരായിട്ടുള്ള മനുഷ്യരെ ശക്തിപ്പെടുത്താൻ വേണ്ടി, ദുർബലരായിട്ടുള്ള നമുക്കൊക്കെ നമ്മളായിരിക്കുന്നിടങ്ങളിലൊക്കെ ഫീൽ അറ്റ് ഹോം, നമുക്ക് കംഫർട്ടബിളായിട്ട് ആയിരിക്കാൻ വേണ്ടി തന്നെ ശൂന്യവൽക്കരിക്കുന്ന, സകല സഹനങ്ങളും ഏറ്റെടുക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. ഇത്തരത്തിലുള്ള ഈ യേശുവിൻ്റെ സ്നേഹം നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മളെപ്പോഴും ചിന്തിക്കുക, എനിക്ക് ചെയ്യാനായിട്ട് അവകാശമുള്ള ഒരു കാര്യം, എനിക്ക് ചെയ്യാനായിട്ട് അവകാശമുണ്ട്, ആരും ചോദിക്കില്ല ഞാനത് ചെയ്താൽ. അത് മറ്റൊരാൾക്ക് ഇടർച്ചയാകാതിരിക്കാൻ ചെയ്യാതിരിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഈശോയുടെ ഈ രീതിയാണ് നമ്മൾ പിൻചെല്ലുക എന്ന് പറയാനായിട്ട് പറ്റും. ഈശോ കാണിക്കുന്ന ആ സ്നേഹമാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. എനിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു തർക്കത്തിൽ മറ്റൊരാൾ അപമാനിതൻ ആകാതിരിക്കാൻ വേണ്ടി ജയിക്കാതിരിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് പറ്റും, അത് ഈശോയുടെ രീതിയാണ്, ഈശോയുടെ സ്നേഹമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. എനിക്ക് ലഭിക്കാവുന്ന ഒരു സൗകര്യം മറ്റൊരാൾ അവഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉപേക്ഷിക്കുമ്പോൾ അത് യേശുവിൻ്റെ സ്നേഹം നമ്മൾ ജീവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുന്നത്, നിങ്ങളെക്കാൾ ചെറിയവർക്ക് ഇടർച്ച ഉണ്ടാക്കരുത്. അതുകൊണ്ടൊക്കെയാണ് ഈ നിങ്ങളുടെ കൈ വെട്ടിക്കളയുക, അല്ലെങ്കിൽ പാദം മുറിക്കുക, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക എന്നൊക്കെയുള്ള യേശു വചനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്, ചിലതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. മറ്റുള്ളവരെ ഫീൽ അറ്റ് ഹോം ആക്കാൻ വേണ്ടി, മറ്റുള്ളവരെ അല്ലെങ്കിൽ അവരുടെ ദൗർബല്യത്തിൽ നിന്ന് അവർക്ക് കുറെ കൂടെ ശക്തി അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നിടത്താണ് യേശു കാണിച്ചു തന്ന സ്നേഹം
നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ, അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ സൗഹൃദങ്ങളിലായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, അവിടെ നമുക്ക് ഈ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എൻ്റെ കോപത്തോട്, എൻ്റെ സമയക്രമത്തോട്, എൻ്റെ അഭിപ്രായത്തോട്, എൻ്റെ ഈഗോ, അതിനോട്, എൻ്റെ രീതികളോട് സമരസപ്പെട്ട് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കേണ്ടി വരുന്നവരാണോ എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർ, എൻ്റെ സൗഹൃദത്തിലുള്ള മറ്റുള്ളവർ, ഞാൻ ജോലി ചെയ്യുന്നിടത്തുള്ള മറ്റുള്ളവർ? ഇത് നമ്മളോട് തന്നെ ചോദിക്കണം. അങ്ങനെയാണ് എന്ന് വരികിൽ അവരൊക്കെ എൻ്റെ രീതികൾക്കനുസരിച്ച് അവർ ജീവിക്കണം, എൻ്റെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം മാറ്റണം, എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായം മാറ്റണം, എൻ്റെ ഈഗോയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം എന്നൊക്കെയുള്ള മനോഭാവമാണ്, അല്ലെങ്കിൽ അവസ്ഥകളാണ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ സൗഹൃദങ്ങളിലോ നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിലോ ഒക്കെ എന്ന് വരികിൽ അത് യേശുവിൻ്റെ സ്നേഹമല്ല. അവിടെയൊക്കെ ചിലതൊക്കെ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് കൂടി ഒരു ഫീൽ അറ്റ് ഹോം, അവർക്ക് കൂടി അംഗീകരിക്കപ്പെട്ടവരാണ്, അവർ കൂടി സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തലത്തിലേക്ക് വരിക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് നൽകി എന്നുള്ളത് മാത്രമല്ല, നീ ദുർബലനായി ഇരിക്കാതിരിക്കാൻ വേണ്ടി, നീ ശക്തനാവാൻ വേണ്ടി, നിനക്ക് ഒരു സംരക്ഷണമുണ്ട് എന്ന് തോന്നാൻ വേണ്ടി, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളത് കൂടി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്.